ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കഫ്താൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം, വെട്ടണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ 2.5 ഇഞ്ച് കൈത്തകൽ എടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞത് 6 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 3 ഇഞ്ച്. അങ്ങനെ നമ്മൾ സാധാരണ നെറ്റിയുടെ പോലെ തന്നെയാണ് ബാക്കും ഫ്രണ്ടും ഒക്കെ വെട്ടുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട്. കാരണം നമ്മൾ ഷോൾഡർ അടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടിയിട്ട് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്ത് ഒത്തിരി ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് കഴുത്തൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ ഷോൾഡറൊന്നും അടയാളപ്പെടുത്തുന്നില്ല, ഷോൾഡറിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ കൈയുടെ വിട്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 7 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് കൈയുടെ വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ വിട്ട് അടയാളപ്പെടുത്തിയതിൽ നിന്നും അകത്തോട്ട് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. തുണിയുടെ വീതി അനുസരിച്ച് നെയ്റ്റ് തുണി ആയതുകൊണ്ട് 4 ഇഞ്ച് മതി, 4-4.5 മതി കേട്ടോ. താഴോട്ടേക്ക് നമ്മളിനി അതിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കണം. 4 ഇഞ്ച് വെച്ച് താഴോട്ടേക്ക് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് താഴോട്ട് അടയാളപ്പെടുത്തണം കേട്ടോ, ഒരുപോലെ തന്നെ. ഇനി നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് ഒരു 24 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നമുക്കിവിടെ ഒരു ബോക്സ് പോലെ വന്നിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് നമുക്കൊരു കർവ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഷേപ്പ് നമുക്ക് കൈക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നെറ്റിക്കൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി താഴെ നമുക്കൊന്ന് ലെവൽ ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. ഈ താഴെ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുന്ന പീസാട്ടോ നമ്മൾ ഇതിന് വള്ളിയൊക്കെ വയ്ക്കാനായിട്ട് എടുക്കുന്നത്. വേറെ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇതിനകത്തില്ല. ആകെ നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് ഈ നെക്കും പിന്നെ ഈ താഴത്തെ ഇത്രയും മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. താഴെ നമ്മൾ വരച്ചതിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നെയ്റ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ആകുമ്പോൾ ഷേപ്പ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 24 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്നും താഴേക്ക് ഇതുപോലെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഒരേ രീതിയിലല്ല, ഇതുപോലെ ഒന്ന് ചെരിച്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അകത്തോട്ടേക്ക് താഴത്തേക്ക് വരുമ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് താഴെ വരാൻ ഭാഗത്തിനാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ നെയ്റ്റിക്ക് താഴെ നല്ല ഇടമുണ്ടാവും, വിട്ടുണ്ടാവും. ഇനി നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് ഒരേ അളവിൽ തന്നെയാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ താഴെ വരുമ്പോൾ ഒരു 5 ഇഞ്ച് മുകളിലായിട്ട് തയ്ച്ച് നമ്മൾ നിർത്തണം. താഴെ നമ്മളൊരു സ്ലിറ്റ് പോലെ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ നെയ്റ്റ് തട്ടും. അത്രയും തുമ്പിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ നെയ്റ്റ് തട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ആ തട്ടലൊന്നും ഉണ്ടാവുകയില്ല, നമുക്ക് ആ ഓപ്പണിൻ്റെ ആവശ്യവും വരുന്നില്ല. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ നെയ്റ്റും മടക്കുന്ന രീതിയാണ്. മടക്കുന്നത് ഇതുപോലെ നീളത്തിൽ ആദ്യം മടക്കി, അതിന് ശേഷമാണ് ഞാൻ വട്ടത്തിൽ മടക്കിയിട്ടത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് വെട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ മടക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റേപാട് സാധാ പോലെ മടക്കിയിട്ടിട്ട് വെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെട്ടാം, അങ്ങനെയും മടക്കിയിട്ടിട്ട് വെട്ടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നീളത്തിലും മടക്കിയതിന് ശേഷമാണ് വട്ടത്തിലും മടക്കിയേക്കുന്നത്. ഇനി താഴത്തെ പീസൊന്ന് അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും കൂടി വെട്ടിയെടുക്കാം കേട്ടോ. കാരണം നമ്മളിത് വേർപെടുത്തുന്നില്ല, അപ്പോൾ ഇതിനകത്ത് വെച്ച് തന്നെ വേണം ഫ്രണ്ടും ബാക്കും വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിതൊന്ന് വെട്ടിമാറ്റാം. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഈ തുണിയൊന്ന് നിവർത്തിയിടാം. പിന്നെ ഇതിൻ്റെ ഷോൾഡറൊന്നും നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കാരണം നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിൽ അടയാളപ്പെടുത്തിയില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ പീസിലും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അളവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. മാറിപ്പോകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി കൊടുക്കണ്ട. ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് തുണിയൊന്ന് നിവർത്തിയിടാം. നിവർത്തിയിട്ടതിന് ശേഷം 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നിന്നും അകത്തോട്ടേക്ക് ഒരു 2 ഇഞ്ചോടെയും തള്ളിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. ഇതുപോലെ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ അടയാളപ്പെടുത്തുക. മുകളിൽ നിന്നും താഴോട്ട് ഒരു 15 ഇഞ്ച് നീളത്തിൽ 15 ഇഞ്ച് വരാൻ പാകത്തിന് അടയാളപ്പെടുത്തുക. അവിടെ നിന്നാണ് നമ്മൾക്ക് 2 ഇഞ്ച് വരയ്ക്കേണ്ടത് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുകളിൽ നിന്നും താഴോട്ട് 15 ഇഞ്ചാണ് അതിൻ്റെ ഇറക്കം. അവിടെ നിന്നാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മുടെ അടയാളപ്പെടുത്തലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു എക്സ്ട്രാ പീസ് വേണ്ടി വന്നത് പടി വയ്ക്കാനുള്ള ഒരു പീസ് നമുക്ക് വേണം, വള്ളി ഇടാനുള്ള പീസും നെക്കിനകത്ത് വെച്ച് കൊടുക്കാനുള്ള ക്രോസ് പീസും. ഇത് മൂന്നും കൂടി നമുക്ക് എക്സ്ട്രാ വേണം കേട്ടോ. ഇത് ഇപ്പോൾ നല്ല പൊക്കമുള്ള ഒരാൾക്കായതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തുനിന്ന് വേറെ തുണിയും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. അതേസമയം ചെറിയ ഒരുപാട് ഇറക്കമൊന്നും വേണ്ടാത്ത ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ എല്ലാ പീസുകളും ഒപ്പിക്കാം കേട്ടോ. ഇറക്കം നമ്മൾ പാകത്തിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസൊക്കെ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് സിബ്ബാണ് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിബ്ബ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് സിബിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് എന്തോരം വേണമെന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സിബിൻ്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാനുള്ള അവിടെ ഒരു തുണിയും കൂടിയും വേണം കേട്ടോ. അതും കൂടി നമുക്ക് വെട്ടിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് നേരത്തെ തന്നെ ഇതിനകത്ത് വെക്കാനുള്ള വള്ളിയും വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പടിക്കുള്ള തുണിയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനൊരു 2.5 ഇഞ്ച് വിട്ടിലും ആണ് ആ പടി വയ്ക്കാനുള്ള തുണി മുറിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ലെങ്ത്ത് എത്ര വേണമെങ്കിലും എടുക്കാം. അതിന് ശേഷം തയ്ച്ചിട്ട് ബാലൻസ് വരുന്നത് വെട്ടിക്കളഞ്ഞാൽ മതി. ഇനി ഇതാ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് നെക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സിബിന് വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എൻഡിൽ നിന്നും തുടങ്ങി മറ്റേ എൻഡിൽ അവസാനിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് തയ്ച്ചു കൊടുക്കാം. സാധാ നമ്മുടെ നെറ്റിയുടെയൊക്കെ ബാക്കിലെ നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കൂലേ, അതുപോലെ തന്നെ. ഇനിയിപ്പോൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കണ്ട എന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ ബെറ്റിക്കോട്ടിൻ്റെയൊക്കെ കഴുത്തടിക്കും പോലെ ചുമ്മാ മടക്കിയാണെങ്കിലും അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ ക്രോസ് പീസ് വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഫിനിഷിങ്ങും നല്ല ഭംഗിയും കിട്ടും. നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം. തയ്ച്ചതിന് ശേഷം ഇനി ഇതുപോലെ ഒന്ന് വെട്ടിയിട്ട് കൊടുക്കണം. കഴുത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്കിതൊന്ന് മറച്ച് വെച്ചാൽ അടിച്ചു കൊടുക്കാം. നമ്മൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സിബ് വയ്ക്കാനുള്ള ഞാൻ ഇത് ഒരു പീസ് ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനും പ്രത്യേകിച്ച് നീളമൊന്നും എടുത്തിട്ടില്ല. സിബിൽ നിന്നും 2 ഇഞ്ചോടെയും നീളം കൂടുതൽ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് 2 സൈഡ് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഈ സൈഡ് തേരാണെങ്കിൽ നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി അതിന് ശേഷം ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കുക. അതിന് ശേഷം സിബിൻ്റെ അളവിന് എത്രയാണോ സിബിന് നമുക്ക് ഇറക്കം നമ്മൾ എടുത്തിരിക്കുന്നത് അതനുസരിച്ച് ഇതിനകത്തും ഒന്ന് കട്ട് ചെയ്ത് ഈ പീസ് ഒന്ന് 2ആക്കി എടുക്കാം. 2ആക്കി ഫുള്ള് 2ആക്കി എടുത്തിട്ടോ. സിബിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഒന്ന് നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് വെച്ച് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ വെട്ടിയിട്ടേക്കണ ഭാഗത്ത് എത്തുമ്പോൾ സൂചി കുത്തി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ശേഷം ഇപ്പുറത്തേക്ക് ഇതുപോലെ കുത്തി നിർത്തിയതിന് ശേഷം വേണം ഇപ്പുറത്തേക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ നീട്ടിയിട്ടേക്കാൻ തയ്യെത്തുമ്പോൾ പുറകോട്ട് മടക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് ഫിനിഷ് ചെയ്ത് നിർത്താം കേട്ടോ. ഇനി നമ്മൾ ആ സൂചി കുത്തി നിർത്തിയില്ലേ ആ ഭാഗത്ത് ഒരു വെട്ടിട്ട് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് അവിടെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. കണ്ടോ, ഇവിടെ ഇതുപോലൊരു വെട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അത് നമ്മൾ സിബ് എപ്പോൾ വെച്ചാലും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് മറിച്ച് വെച്ച് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇൻവിസിബിൾ സിബാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സിബ് വെച്ചിരിക്കാൻ നേരത്ത് ഞാൻ ഫുഡ് പ്രഷറൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. സിബിൻ്റെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റിയിലിപ്പോൾ സിബും നെക്കും നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻവിസിബിൾ സിബ് വയ്ക്കുമ്പോൾ ഇതുപോലെ അകത്തേക്ക് നീണ്ടിരിക്കും. ഇത് പതിയെ വിരൽ വെച്ചൊന്ന് പുറത്തേക്ക് തള്ളി കൊടുത്തതിന് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കി നിൽക്കുന്ന തുണിയില്ലേ, നമ്മുടെ സിബ് വയ്ക്കാൻ വേണ്ടി നമ്മൾ വേറെ പീസ് വെച്ച് കൊടുത്താൽ അതിനകത്തേക്ക് വെച്ച് നമ്മുടെ സിബിൻ്റെ തുമ്പൊന്ന് വെച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സിബ് നമ്മുടെ വയറ്റിൽ കൊള്ളുന്നത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ചിലർക്ക് അതിൻ്റെ അലർജി ഉണ്ടാകും. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് തയ്ച്ചു കൊടുക്കാം. പിന്നെ കഫ്താൻ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഫ്താൻ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ സൈഡ് കൂട്ടി അടിക്കുന്നതിന് മുമ്പ് വേണം നമ്മൾ താഴെ തയ്ച്ച് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ താഴെ റൗണ്ടിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. താഴെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സൈഡ് അടിക്കാൻ. ഇനി നമുക്ക് നമ്മളിവിടെ ഒരു അടയാളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് അടയാളം അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. സൂചി ഇതുപോലെ കുത്തി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പുറം സൈഡിലും അടയാളം ഇടാൻ എളുപ്പമുണ്ടാകും. ആ അടയാളം നമുക്ക് ബെൽറ്റ് വെക്കാനുള്ള അടയാളം കേട്ടോ. പിന്നെ 2 സൈഡിലും ഇപ്പോൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൈറ്റി ഒന്ന് മറിച്ചിടാം. കാരണം ഇതിൻ്റെ അകത്താണ് നമ്മൾ ബെൽറ്റ് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ബെൽറ്റിൻ്റെ ആ പടി ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബെൽറ്റ് എന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മളിപ്പോൾ വെട്ടി വെച്ചിരുന്ന പടിയുടെ സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ 2 പീസ് എടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ വെക്കാനും ബാക്കിൽ വെക്കാനായിട്ടും. അപ്പോൾ അത് 2 പീസും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അതിനകത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ തുമ്പ് തേരാണെങ്കിൽ മടക്കി അടിക്കേണ്ട, തേരല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ശേഷം ആ വര സെൻറ്ററിൽ വരാൻ പാകത്തിന് വേണം നമ്മൾ ഈ പടി വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്ന വരയുടെ ഒപ്പത്തിന് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അങ്ങനെ 2 പീസിലും നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ 2 പീസിലും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബെൽറ്റിൻ്റെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കൂട്ടിയടിക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. ഇതിനെ നമ്മൾ പുറത്തു കൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അകത്തോടെ അല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ പുറത്താണ് കാണുന്നത്. താഴത്തേക്ക് വരുമ്പോൾ വീതി കുറച്ച് വേണം അടിക്കാനായിട്ട്, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കഫ്താൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ബെൽറ്റ് ഇടാൻ ഇവിടെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടില്ലേ, അവിടെ ഇതുപോലെ ഒന്ന് പിടിച്ച് താഴത്തേക്ക് ഒന്ന് വലിച്ചു പിടിക്കണം. മുകളിലെ പീസ് മാത്രം നമ്മുടെ കയ്യിൽ കിട്ടാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് ഉള്ളിക്കൂടെ കൈയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പം താഴെ വെച്ചോടത്തിന് ബെൽറ്റിൽ കൊള്ളരുത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തൊന്ന് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ആ സ്റ്റിച്ച് കീറിപ്പോരാൻ സാധ്യതയുണ്ട്. ഇതിനകത്തോടെയാണ് നമ്മൾ പിന്നിട്ട് കൊടുത്ത് വള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സാധാ സൂചി നൂലോ ആട്ടോ എടുത്തിരിക്കുന്നത്, എംബ്രോയിഡറി ത്രെഡും ഒന്നല്ല എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബട്ടൺ ഹോൾ ചെയ്യുവാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിന് നല്ല ഭംഗിയിലിരിക്കും കേട്ടോ. ബട്ടൺ ഹോൾ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ലാമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പയ്യൊന്ന് ഉരുക്കി കൊടുത്താൽ മതി. അപ്പം നൂലൊക്കെ ഒന്ന് അവിടെ ഉരുകി ഇരുന്നോളും, എഴുന്ന് പോരാതെ ഇരുന്നോളും. അപ്പം ഇതുപോലെ നമുക്കൊന്ന് ഈ റൗണ്ട് ഒന്ന് ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ അത് റൗണ്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോടെ വള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. വള്ളി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഉള്ളിൽ 2 പടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പടിയുടെ ഉള്ളിൽ കൂടെ കയറ്റി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ കണ്ടോ, പടി അപ്പുറം ഇപ്പുറം ഇങ്ങനെ വിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അകത്തോടെ ഒന്ന് കയറ്റി കൊടുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പാടൊന്നുമില്ല കേട്ടോ, നല്ല എളുപ്പമാണ് വള്ളി കയറ്റി ഇടാനായിട്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊന്ന് വള്ളി എല്ലാ സ്ഥലത്തേക്കും ഒന്ന് വലിച്ച് റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ കട്ട കുത്തിയല്ലേ നെയ്റ്റിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് വിടിപ്പിച്ച് നേരെയാക്കി എടുക്കാം. ഈ വള്ളി നേരെയാക്കിയിട്ടില്ല ഇച്ചിരി പാടുള്ള പണിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്റ്റി ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വള്ളി വെച്ച് കൊടുത്ത് വള്ളിയുടെ തുമ്പത്ത് ഒരു ഡോറിയൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലേസൊക്കെ വെച്ച് കൊടുത്ത് വേണമെങ്കിൽ കൂടുതൽ ഭംഗിയാക്കി എടുക്കുക കേട്ടോ.